സൗദിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ബസ്സിൽ ഉപേക്ഷിച്ച് സ്വകാര്യ ബസ് ഡ്രൈവർ. ദമാം ഇന്ത്യൻ സ്കൂളിലാണ് ഡ്രൈവറുടെ അനാസ്ഥയിൽ വീണ്ടും KG വിദ്യാർത്ഥി ബസ്സിലകപ്പെട്ടത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സമയോചിത ഇടപെടലിൽ വലിയ അപകടം ഒഴിവായി. സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ അനാസ്ഥ ദമാമിൽ തുടർക്കഥയായി മാറുന്നു. ഇന്ന് രാവിലെ ദമാം ഇന്ത്യൻ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളുമായി എത്തിയ ബസ് ഡ്രൈവർ KG വിദ്യാർത്ഥിയെ ബസ്സിലുപേക്ഷിച്ചു പോയതാണ് ഒടുവിലത്തെ സംഭവം. മുഴുവൻ വിദ്യാർത്ഥികളും ബസ്സിൽ നിന്നിറങ്ങിയെന്ന് ഉറപ്പുവരുത്താതെ ഡ്രൈവർ വാഹനം ലോക്ക് ചെയ്തു പോയതാണ് വലിയ ദുരന്തത്തിലേക്ക് നയിക്കാവുന്ന സംഭവത്തിന് ഇടയാക്കിയത്. സംഭവം നേരിൽ കാണുകയും ഒടുവിൽ കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്ത മറ്റൊരു രക്ഷിതാവ് പറയുന്നതിങ്ങനെ: ഇന്ന് രാവിലെ എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ വന്നപ്പോൾ ഒരു കുട്ടി ബസ്സിനകത്ത് കുടുങ്ങിയായിരുന്നു. മീൻസ് ഡ്രൈവറിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണെന്നാണ് അവിടെ കണ്ടവരും എല്ലാവരും പറയുന്നത്. LKG പഠിക്കുന്നൊരു ബോയ് കുട്ടിയായിരുന്നു, ഒരു ആൺകുട്ടിയായിരുന്നു. കുട്ടി വണ്ടിക്കകത്ത് ടീച്ചർ ഇങ്ങനെ നടന്നു വരുന്ന വഴി കാണുകയും ടീച്ചർ വന്നിട്ടൊരു എമർജൻസി ആയിട്ട് 2-3 ഡോറിൽ തട്ടുകയും അങ്ങനെ പെട്ടെന്ന് ഞാൻ ഓടിച്ചെന്നിട്ട് ഡ്രൈവർ സീറ്റിൻ്റെ ഡോറ് തുറന്നു നോക്കുകയും മെയിൻ ഡോർ തുറന്നു നോക്കിയിട്ടും തുറക്കാൻ പറ്റുന്നില്ല, രണ്ടും ലോക്കായിരുന്നു. അങ്ങനെ ഞാൻ കൈകൊണ്ട് ഗ്ലാസ് വെച്ച് തുറന്നിട്ട് കുട്ടിയെ പുറത്തിറക്കുകയും അങ്ങനെ ടീച്ചർ ആ കൊച്ചിൻ്റെ ID നോക്കിയിട്ട് ടീച്ചർ അതിനെ കൊണ്ടുപോയി ക്ലാസ്സിലാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ ഓടി വന്നിട്ട് പറയുന്നു എൻ്റെ ഒരു കുട്ടി മിസ്സിംഗ് ആയിരുന്നു. ബസ്സിന് സമീപത്ത് കൂടി പോകുകയായിരുന്ന അധ്യാപികയാണ് കുട്ടി ബസ്സിലകപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആ ടീച്ചർ കണ്ടില്ലെങ്കിൽ ആ കുട്ടി ഉറപ്പായിട്ട് അതിനകത്ത് ഇരുന്ന് വേണം. ഈ ഡ്രൈവർ പറയുന്നത് ഞാൻ അകത്തുകൊണ്ട് വിട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് പറയുകയാണ് നമ്മൾ ഡ്രൈവറിനെ അന്വേഷിച്ചു. അവിടെ ഡ്രൈവറിൻ്റെ നമ്പർ പോലും ആരുടെയും കയ്യിലില്ല. പല ഡ്രൈവർമാരും അവിടെ വരികയും ചെയ്തു ആ സമയത്ത്. അപ്പോൾ ചോദിക്കുകയും ചെയ്ത് ഈ വണ്ടി പരിചയമുണ്ട്. അങ്ങനെ 2 പേര് ഫോട്ടോ എടുത്ത് നമ്മുടെ എമർജൻസി ആയിട്ട് ടീച്ചർ ആ സിഗ്നലും കാര്യങ്ങളും കാണിച്ചത് കൊണ്ട് നമ്മൾ അറിയില്ലെങ്കിൽ ആ കുട്ടി 100% അതിനകത്ത് ഇരുന്നു വേണം. സമാന സംഭവങ്ങൾ അടിക്കടി ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളിന്റെ ഔദ്യോഗിക ഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്താൻ രക്ഷിതാക്കൾ തയ്യാറാകണമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സർക്കുലർ മുഖേന അറിയിച്ചു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ സംഭവത്തിൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി മരണപ്പെട്ടിരുന്നു. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ രക്ഷിതാക്കളും ബസ് ഡ്രൈവർമാരും സ്കൂൾ അധികൃതരും ജാഗ്രത പാലിക്കുക മാത്രമാണ് പ്രതിവിധി. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം.